കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച സഹായം വൈകുന്നതിൽ പുലിക്കളി സംഘങ്ങളുടെ പ്രതിഷേധം. തേക്കിൻകാട് മൈതാനത്ത് സംഘടിച്ചാണ് പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ലെവിൻ, ഏറെ ചെലവുള്ള ഒരു പരിപാടിയാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. എന്താണ് ഈ സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം? ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ്. സോന, പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂരിലെ 9 പുലിക്കളി സംഘങ്ങളുടെ ഭാരവാഹികളാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് സംഘടിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് പുലിക്കളി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘങ്ങൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് കേന്ദ്ര സർക്കാർ സഹായം എന്നുള്ള നിലയിൽ 3 ലക്ഷം രൂപ ഓരോ സംഘങ്ങൾക്കും. പക്ഷേ അടുത്ത സീസണോടടുത്ത് അടുത്ത ഓണക്കാലമാകാറായി. ആ സമയത്തും സംഘങ്ങൾക്ക് ഈ പണം ലഭ്യമായിട്ടില്ല. അതേ തുടർന്ന് കളക്ടർക്കടക്കം നിവേദനം നൽകി. ഇവർക്ക് നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ചില രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അത്തരം രേഖകളൊക്കെ സമർപ്പിക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടും ആ പണം തിരികെ ലഭിക്കാത്തതിലാണ്, അല്ലെങ്കിൽ ആ സഹായധനം ഇനിയും ലഭിക്കാത്തതിലാണ് സംഘങ്ങൾ പ്രതിഷേധം അറിയിച്ച് തേക്കിൻകാട് മൈതാനത്ത് സംഘടിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. വീണ്ടും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് ഇവിടെ സംഘടിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെ സഹായം ലഭ്യമായിട്ടുമില്ല. എന്താണ് ഇനിയുള്ള തുടർ നീക്കങ്ങളെന്ന്? ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ എല്ലാ സംഘങ്ങളും കൂടി ചേർന്നത്. 11 പുലിക്കളി സംഘങ്ങൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള രീതിയിൽ നാളെ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടമായിട്ട് കലക്ടറെ നേരിട്ട് കാണുന്നുണ്ട്. നമ്മളൊരു റീപെറ്റീഷൻ കൊടുക്കുകയാണ്, ഒന്ന് റീകൺസിഡർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അത് ത്രൂ പ്രോപ്പർ ചാനലിൽ കൂടി നേരിട്ട് കേന്ദ്ര സർക്കാർക്ക് കൊടുക്കാവുന്ന കലക്ടർ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അതുകൂടാതെ നമ്മൾ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണും. MP കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി സാറിനെ നേരിട്ട് കണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ കാര്യങ്ങൾക്ക് ശേഷം അതിന് എങ്ങനെയാണ് മറുപടി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും യോഗം ചേർന്ന് മറ്റ് സമരപരിപാടികൾ ആലോചിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിരവധി സംഘങ്ങൾ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പല ടീമുകൾക്കും ആവശ്യത്തിനുള്ള പണം ഈ മത്സരത്തിന് ഇറങ്ങാനുള്ള ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നില്ലേ ഈ പറയുന്ന കേന്ദ്രമന്ത്രിയുടെ സഹായം? ഞങ്ങളെല്ലാം ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോഴാണ് ഈ 3 ലക്ഷം രൂപ കേന്ദ്രമന്ത്രി അനുവദിച്ചത്. അത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഇനി അടുത്ത വർഷം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു പ്രശ്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചേട്ടാ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഊന്നിയാണ് ഇപ്പോൾ ആ പണം ലഭിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇൻക്രെഡിബിൾ ഇന്ത്യ പോലുള്ള ആ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ സഹായധനം പ്രഖ്യാപിച്ചത്. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി നിങ്ങളുടെ പ്ലോട്ടുകളിലോ അല്ലെങ്കിൽ പുലിക്കളി നടക്കുന്ന സമയങ്ങളിലോ അത് പ്രദർശിപ്പിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ തവണത്തെ പണം കിട്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിശദീകരണം. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? പുലിക്കളിയുടെ മാനദണ്ഡം തീരുമാനിക്കുന്ന പുലിക്കളി സംഘാടക സമിതിയാണ്. കോർപ്പറേഷനാണ് ഇത് വിളിച്ചു കൂട്ടുന്നത്. അതിൽ പറയുന്ന 51 പുലി, 35 മേളക്കാർ, 2 ടേബിളോ, പിന്നെ ലൈറ്റ് വണ്ടി, വെള്ളം വണ്ടി, ഇതാണ് തീരുമാനം. ഇതനുസരിച്ചുള്ള മാനദണ്ഡം ഞങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത ദിവസം വരെ ഇങ്ങനൊരു മാനദണ്ഡം ഉള്ളതായിട്ട് ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങളുടെ വീഴ്ച കൊണ്ടല്ല ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് ആരെക്കുറിച്ചും പരാതിയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ കേന്ദ്ര ഗവൺമെൻറ് സഹായം ഞങ്ങൾക്ക് ലഭ്യമാക്കണം. അത് കഴിഞ്ഞ കൊല്ലത്തെ കാശ് ഞങ്ങൾക്ക് തരണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർന്നുള്ള പ്രതിഷേധ പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ഇടപെട്ട് അല്ലാത്ത കുറ്റത്തിന് ഞങ്ങളെ ശിക്ഷിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നിവേദനങ്ങൾക്കും നിങ്ങളുടെ ഈ പ്രതിഷേധത്തിനും ബലം കാണുമെന്ന് കരുതുന്നുണ്ടോ? 100% ബലം കണ്ടിരിക്കും. അല്ലെങ്കിൽ ബലം കാണുന്നവരെ ഞങ്ങൾ അതിന് പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുലിക്കളി 20-25 ലക്ഷം രൂപയാണ് ചിലവാക്കിയിട്ടാണ് ഇറക്കുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ നാമമാത്രമായൊരു തുകയാണ്. അതിൻ്റെ ഒരു 5 ലക്ഷത്തിന് താഴെയായിരിക്കും മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. ഈ 20 ലക്ഷം രൂപ 25 ലക്ഷം ചിലവാക്കിയിട്ട് 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. പല സംഘങ്ങളും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു 3 ലക്ഷം രൂപ വന്നു. ഇതിപ്പോൾ ആരുടെയാണ്? കേന്ദ്രത്തിൻ്റെ ആണോ, കേരളത്തിൻ്റെ ആണോ, ഇവിടുത്തെ DTPC ആണോ, ഒന്നും നമുക്കറിയില്ല. നമുക്ക് അതിനേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള തുക കിട്ടിക്കഴിഞ്ഞാൽ ഇനി സുഖമായിട്ട് ഈ വർഷം നടത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള തുക കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പം അതിൻ്റെ കൂട്ടത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഞങ്ങളുടെ കോർഡിനേറ്റർ പറഞ്ഞ പോലെ കളക്ടറെ കാണുക, അതുപോലെ മന്ത്രിനെ കാണുക, പറ്റിയില്ലെങ്കിൽ പ്രത്യക്ഷമായ പല പരിപാടികൾക്കും ഞങ്ങൾ നീങ്ങും. കാര്യങ്ങളൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട. അവരുടേതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സമരങ്ങൾക്ക് അല്ലെങ്കിൽ വേദിയാകുകയാണ് ഒരിക്കൽ കൂടി തൃശ്ശൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നിവേദനം നൽകിയും കളക്ടറെ കണ്ടും കേന്ദ്രമന്ത്രിയെ കണ്ടും ഈ അവരുടെ പരിഭവങ്ങൾ വീണ്ടും പറയുകയും അതിന് ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തീരുമാനം.